ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന തൃപ്തി വരുത്തട്ടെ. മക്കളെ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരുമാകട്ടെ. ഇതൊക്കെ തരാൻ യേശുമ്പരാനും മാത്രം അറ്റോ പറ്റുള്ളൂ. ഇതിങ്ങനെ ചോദിക്കുന്ന വഴി ഇങ്ങനെ തരുമല്ല, അല്ലെങ്കിൽ നമ്മളൊരു കൂട് തിരികെത്തിക്കുകയോ ഒരു നേർച്ച കഴിക്കുകയോ അവിടെ പോയി ഇങ്ങനെ ദൈവത്തിനോട് ഇത് കൂട്ട് ചെയ്യുമോ, അങ്ങനെ ഒന്നും ചെയ്താലല്ല നടക്കണേ. ഇതൊക്കെ നമുക്ക് കിട്ടണത് ഇതെല്ലാം തരും. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാട്ടോ. അത് എന്താണെന്ന് എങ്ങനെയാണെന്ന് അതാണ് ആവർത്തനം. ഈ ആവർത്തനം ഒന്ന് വായിക്കട്ടെ, കേട്ടാൽ കൊത്തിയാകും. അനുഗ്രഹത്തിൻ്റെ പെരുമഴി. ആവർത്തനം 28 എൻ്റെ അമ്മയൊന്നും പറയണ്ട. ഇത് 6 എന്നോട് എനിക്ക് ദൈവം തന്ന ഒരു വാഗ്ദത്തം. 6:4 പറയും, ഇസ്രായേലെ കേക്ക്, യഹോവ നമ്മുടെ ദൈവമാവുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം. ഇത് ഈ ബൈബിളിൻ്റെ ആദ്യം മുതൽ അന്ത്യം, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോട് ദൈവം ഉണ്ടോ? അങ്ങനെയല്ല. ഈ ദൈവമാണ് എൻ്റെ അപ്പൻ. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ ദൈവം എന്നെ കണ്ടെത്തിയിരുന്നു. ഈ ലോകത്ത് ആരും എന്നെ സ്നേഹിച്ചില്ല, എൻ്റെ ദൈവം സ്നേഹിക്കും. ആ വ്യക്തതയോടുകൂടി ദൈവത്തിനെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കാനാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് പതിയും, നമ്മളതനുസരിക്കും. അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും, മക്കളും അതനുസരിക്കും. അപ്പം നമ്മൾ ദൈവജനം എന്നറിയപ്പെടും. അപ്പം നമ്മുടെ മക്കളൊന്നും വഴിതെറ്റി പോവില്ല. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിലേക്ക് വരും. അവയെ അടയാളമായി നിന്റെ കൈമേ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടയായിരിക്കണം. അവയെ നിന്റെ വീട്ടിൽ കട്ടിലുകളെ മേലും പടിവാതിലുകളെ മേലും എഴുതണം. ഇങ്ങനെ ചിലർ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വചനം എഴുതി വയ്ക്കില്ല. എനിക്ക് വീട്ടിൽ കുറേ വചനത്തിൻ്റെ ഇങ്ങനെ എഴുതി വെച്ചേക്കണത് എപ്പോഴും ഓർക്കട്ടോ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ മുഖാന്തര സകലത് ഉളവായി. വചന മുഖാന്തരം ഉളവാകുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ഇന്ന പള്ളിയിൽ അങ്ങനെയല്ല. ഞാനൊക്കെ ഒത്തിരി കാലം പോയത് വേളാങ്കണ്ണിയിലോ അല്ലെങ്കിൽ ഒത്തിരി അകലെ ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ അവിടെ നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കണേ. വചനം പാലിച്ചോ, പരിശുദ്ധാത്മാവ് നമ്മളീ നിറയും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. യഹോവ നിനക്ക് തരുമെന്ന് അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടു ചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന വീടുകളും. കേട്ടോ, പണിയാത്ത പട്ടണവും നമ്മൾ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വലിയ വീടുകളും പട്ടണവും നീ കുഴിക്കാത്ത കിണറും. എനിക്കൊക്കെ അങ്ങനെയാട്ടോ. ഞാൻ കുഴിച്ച കിണറ്റിൽ നിന്നല്ല ഞാൻ വെള്ളം കുടിക്കണേ, ഞാൻ പണിത വീട്ടിലല്ല ഞാൻ കിടക്കണേ. അതൊക്കെ യേശുമ്പരാൻ എനിക്ക് വേണ്ടി ചെയ്യിച്ചു വെച്ചു. നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും. അത് സത്യമാട്ടോ. ഞാൻ ജാതി നട്ടിട്ടില്ല, തെങ്ങ് നട്ടിട്ടില്ല, അടയ്ക്കാമറ ഇതിൽ നിന്നൊക്കെ ഫലം കിട്ടണ്ട്. ഇതൊക്കെ എനിക്ക് വേണ്ടി ദൈവം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചു വെച്ചു. നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിക്കുക. ഇതൊക്കെ നമുക്ക് ഇച്ചിരി നേട്ടം ഉണ്ടാകുമ്പോഴത്തേനും ഉടനെ ഞാനിങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഞാനിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ഞാനിങ്ങനെ പണിത് അത്രയും ഉണ്ടാക്കി ഞാനതുണ്ടാക്കി, ഞാൻ വീട് മേടിച്ചു, ഞാൻ കാറ് മേടിച്ചു. ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നതാണ്. നമ്മളൊരു നീതിയുള്ള കാര്യസ്ഥയാകുക. ഞാൻ എന്നുള്ള അഹങ്കാരം മാറ്റി ഞാനാകുന്ന ദൈവത്തിനോട് ചേർന്നിരിക്കുക. ഇതെല്ലാം ദൈവത്താ വന്ന് ചേരണതാണ് നമ്മളിലേക്ക്. ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്കുള്ള വാഗ്ദത്തങ്ങളാണ്. അപ്പം അതൊക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ എല്ലാം യേശുപ്പൻ്റെ വചനം പ്രമാണിച്ചാൽ മാത്രം മതി. അത് വലിയ പാടാണ് ശരിക്കും പറഞ്ഞാൽ. ശത്രുവിനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പാടല്ലേ. പക്ഷെ ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ ശത്രു ആരാ? പണ്ടൊക്കെ നമ്മുടെ ഉറ്റമിത്രമായിരിക്കും, എന്തെങ്കിലും തെറ്റിദ്ധാരണയായിരിക്കും. അപ്പോൾ പിശാചി കിടന്ന് കളിച്ച തെറ്റിദ്ധാരണ ഉണ്ടാക്കണതാണ്. അപ്പം നമുക്ക് ശത്രു ആരോടും ഇല്ല. അപ്പോൾ നമുക്കിപ്പോൾ പാകിസ്ഥാനിലുള്ളവരോട് ശത്രു, അതൊക്കെ ചുമ്മാ പിശാചിൻ്റെ കളികളാണ്. അപ്പം നമുക്ക് യേശുവിൻ്റെ വചനം പാലിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്നവരാകാം. അപ്പോൾ ഈ അനുഗ്രഹം എല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റും യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ മുടിയുടെയാണ്. ഇപ്പോൾ ഈ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്ന കാരണം ഫുള്ള് യേശുവിൻ്റെ കൃപയാൽ എന്നും മുടി ചെയ്താൽ കഴിഞ്ഞ വർഷം ചെയ്തിട്ട് പോയവർ പിന്നെ നമ്മുടെ അടുത്ത് ചെയ്തിട്ട് എവിടെ പോയി ചെയ്താലും നമ്മുടെ അടുത്തായിട്ട് വരൂ കേട്ടോ.
അത് യേശുവിൻ്റെ ഒരു കൃപയാട്ടോ. അപ്പം നമ്മൾ അതുപോലെ ബ്രാൻഡ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ യേശപ്പൻ്റെ കൃപയാൽ അതിമനോഹരമായിട്ട് നിങ്ങളുടെ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് നമുക്കതൊരു ഭയങ്കര എന്തിനാണ് ഈ പ്രായത്തിൽ എല്ലാവരും ചോദിക്കണ കാര്യമാണ്, എന്തിനാണ് ഇത്രയും പ്രായമായില്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തിനാണ് ഞാനിപ്പോൾ പേരക്കിടാവൊക്കെ ആയപ്പോൾ ഞാൻ മുടിയൊക്കെ കളർ ചെയ്ത് എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് സ്റ്റൈൽ വേണം, എനിക്ക് നല്ല ഇങ്ങനെ ഈ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, കളറുള്ള ഡ്രസ്സ്. നമ്മൾ പണിയെടുക്കണോ, യേശപ്പൻ്റെ കൃപയാൽ നമുക്ക് ആയുസ് ആരോഗ്യം തന്നോ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാ വേണ്ടാന്ന് വയ്ക്കണത്. എനിക്ക് മജന്ത ഇടാൻ ഇഷ്ടമാണ്, ഞാൻ മജന്ത ഇടും. എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ റെഡൊക്കെ ഇടും. പണ്ട് എനിക്ക് ഒട്ടും വലിയ പ്രായമില്ലാത്ത കാലത്ത് ഒരു പ്രാവശ്യം ഞാൻ നല്ലൊരു റെഡോ ഏതാണ്ട് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കടയുടെ ഷോപ്പിൻ്റെ മേളിലൊരു സ്റ്റുഡിയോക്കാരനുണ്ടായിരുന്നേ. ചേച്ചിയൊക്കെ ഇത്രയും കടും കളറൊക്കെ എന്നെ ഇടണേ എന്ന് ചോദിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കിത് വലിയ ഇഷ്ടമാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ, പിള്ളേരൊക്കെ ആയില്ലേ, ചേച്ചി ഇതിനിടണേ, എൻ്റെ കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മലയാളിയൊക്കെ കുഴപ്പം. അവർക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അവർ ഇട്ടോട്ടെ. ഷോർട്സിൻ്റെ ആൾക്കാർക്ക് ഷോർട്സ് ഇടാം, മിഡിയറിൻ്റെ ആൾക്കാർക്ക് മിഡി ഇടാം. നമ്മളെന്തിനാന്നേ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കാണ്ടിരിക്കണേ നല്ലത്. നമ്മളെ കുറേ കഴിയുമ്പോൾ ആ വിധിച്ച വിധി നമ്മളെ തന്നെ തേടി വരും കേട്ടോ. നമ്മൾ വിധിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക, മറ്റുള്ളവരെ വിധിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോയും മുടിയുടെ ആട്ടോ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആണ്. എൻ്റെ ഇപ്പോൾ ഒരു 5 മാസമൊക്കെ കഴിഞ്ഞു എന്നാണ്, അതിൽ കൂടുതലായി കാണും. ഞാനിങ്ങനെ 5 കുറേ നാൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരിക്കും എൻ്റെ മുടി. അപ്പോൾ നിങ്ങൾ മുടി ചെയ്യാൻ വാ, നമുക്കത് ഭയങ്കര കംഫോർട്ടാണ്. നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ ഇപ്പോൾ ഇത് ഞാൻ പല്ലൊക്കെ വിനീർ ഒട്ടിച്ചു. ഈ പല്ലൊരു പ്രായമാകുമ്പോഴത്തേനും വിടവൊക്കെ വന്ന് വൃത്തികേടാവൂലേ. പണ്ട് എനിക്ക് പല്ല് കെട്ടിക്കണ ഞാൻ ബോധമില്ലായിരുന്നു. അപ്പോൾ നമുക്കടെ ആ പല്ല് ഇങ്ങനെ പിടിച്ച് ചിരിക്കണോ, എന്തിന് നമ്മളെന്തോരം കാശ് 5 പവൻ്റെ മാല മേടിച്ചു തന്നു. അതേ സമയത്ത് നമ്മൾക്കടെ തന്നെ ഫീച്ചേഴ്സൊക്കെ കറക്റ്റ് ആക്കാനല്ലേ നമ്മൾ നോക്കണ്ടേ. സ്കിന്നും ഫീച്ചേഴ്സും കെയറൊക്കെ കറക്റ്റ് ആക്കാനല്ലേ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ 5 പവൻ്റെ മാല ആരെ കാണിക്കാനാ? അല്ല, സ്വർണ്ണമാലയൊക്കെ എടുത്തോട്ടെ, നമുക്ക് രേവതി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നല്ല എടുക്കണേ. അതല്ല, നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മുടെ ഹെയർ, നമ്മുടെ സ്കിന്ന്, ഇതൊക്കെ നമ്മുടെ ഹെൽത്തിൻ്റെ ഭാഗമാട്ടോ, റിഫ്ലക്ഷൻ ആട്ടോ ഇതെല്ലാം. പക്ഷെ നമ്മൾ നല്ല ഫുഡ് കഴിക്കുക, പിന്നെ മുടിയൊക്കെ കഴിക്കണം നല്ല ബ്രാൻഡ് കമ്പനിയുടെ ഷാമ്പൂവും ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണേ. എണ്ണയൊക്കെ പണ്ടത്തെ കാലത്തല്ലേ ആൾക്കാരൊക്കെ എണ്ണ യൂസ് ചെയ്യണേ. ഇപ്പം അതൊന്നും അല്ല, അതിനൊക്കെ ഭയങ്കര സംഭവങ്ങളുണ്ട്. അപ്പം മുടി ഇങ്ങനെ ഒഴുകി ഈ പ്രായത്തിൽ എൻ്റെ മുടി കിടക്കണമൊക്കെ ഒഴുകി. അപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ നിങ്ങൾ വന്ന് മുടി ചെയ്യുക, പിന്നെ ഫേഷ്യലൊക്കെ ചെയ്യുക. അതിനെച്ചാൽ ഫേഷ്യലൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ലാഫിംഗ് ലൈനും ഇതുമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒത്തിരി അതിനെ കുറയാനൊക്കെ. പിന്നെ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒത്തിരി നല്ലതാണ് നമുക്ക്. ഫേഷ്യൽ, പെഡിക്യൂർ, മാനിക്യൂർ ഇതൊക്കെ നമുക്ക് വേണ്ടി, സ്പായ് ഇതൊക്കെ ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ മേക്കപ്പ് ചെയ്യണം. കാരണം എത്ര 50,000 രൂപയുടെ സാരി കൊടുത്താലും അത് നന്നായിട്ട് ഉടുത്ത് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നിന്നാലല്ലേ നമ്മുടെ കല്യാണ സമയത്തൊക്കെ നമ്മൾ അത്ര എൻജോയ് ചെയ്തു. മേക്കപ്പിന് ഇതിനൊന്നും നമുക്ക് അത്ര ഇപ്പോഴത്തെ പിള്ളേർക്ക് കുഞ്ഞൊക്കെ എത്ര ഫോർവേഡായിട്ടാണ്. ഒരു പരിപാടി ഉണ്ടെങ്കിൽ കുഞ്ഞ് 2 മാസം മുമ്പ് അതിനുള്ള എല്ലാ പ്ലാനും ചെയ്യും. എൻ്റെ ദൈവമേ, അതൊരു അത്ഭുതമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞു 2 മാസം മുമ്പ് ഏത് ഹെയർ സ്റ്റൈലിൽ ഞാൻ തലേദിവസമാണ് ഡ്രസ്സ് അന്വേഷിക്കുന്നത്. കുഞ്ഞു ആ കാര്യത്തിൽ പ്രിപ്പയർഡാണ്. അതൊരു വലിയ അനുഗ്രഹമാണ് കുഞ്ഞു എനിക്ക്. അപ്പോൾ നമ്മൾ ഓണമാണെങ്കിൽ ഓണം ജൂണിൽ കുഞ്ഞു എന്ന ഓണസദ്യ ഞാൻ വീട്ടിൽ വെക്കേണ്ടതെന്ന് കുഞ്ഞു പ്ലാൻ ചെയ്യും. അങ്ങനെ ഒരു ദൈവം അനുഗ്രഹിച്ച ഒരു പെങ്കൊച്ചിനെ യേശുപ്പഴാൻ എനിക്ക് തന്നു. പിന്നെ വേറെ തന്നെ. അപ്പം നമുക്കിനി മുടി ഹെയറിൻ്റെ ഇത് നോക്കിയാലോ. അപ്പോൾ ഇത് കണ്ടിട്ട് വേഗം രേവതി ബ്യൂട്ടി പാർലർ വരൂ. അപ്പോൾ ശരി എന്നാൽ. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നതാട്ടോ. ഈ മോക്കടെ മുടി 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തതാട്ടോ. ഒത്തിരി അകലെ കുമളിയിൽ നിന്ന് അവർ വരാറ്. അവരമ്മ, ചേച്ചി, അനിയത്തി, ഈ മോളെപ്പോഴും വന്നതാണ് വർഷങ്ങളായിട്ട്. കൊറോണ കാലം മുതൽ വന്നെ. അപ്പോൾ ഇതൊക്കെ ഡ്രൈ ആയിട്ട് പൊട്ടി ഭയങ്കര ഡ്രൈയാണ്. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ചെയ്തതൊന്നുമില്ല കേട്ടോ, അപ്പടിയും കെളുത്ത് വന്നേക്കണേ. നമ്മുടെ ഹെൽത്തൊക്കെ നോക്കണം. എത്രയും ഡ്രൈ ആയി പോകുകയെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കണം, ആരോഗ്യക്കുഴപ്പമാണ്. അപ്പോൾ ഇത് അതിമനോഹരമാവുന്ന കാഴ്ച കാണാൻ യേശുവിൻ്റെ കൃപയെ വെയിറ്റ് ചെയ്യുക. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നല്ല ഫ്രഷ്നെസ് ആയിരുന്നു. പിന്നെ പൊട്ടലും ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ടും പൊട്ടിക്കിടക്കണ മുടിയായിരുന്നു. കുഞ്ഞു കൊച്ചാട്ടോ. അപ്പോൾ 2 വർഷം മുമ്പ് ചെയ്താ. പക്ഷെ നമ്മൾ പിന്നെ കുമളിക്കാരാട്ടോ. പിന്നെ അടുപ്പിച്ച് ചെയ്യാൻ വന്നില്ലെങ്കിൽ വർഷത്തിലൊരിക്കലും മസ്റ്റായിട്ട് ചെയ്യണം. ചെയ്യാൻ വന്നില്ലേ പോലും നിങ്ങളൊരു കാര്യം ചെയ്യണം. ആഫ്റ്റർ കെയർ നമ്മൾ ഷാമ്പൂ ഇതൊക്കെ പറയുന്നുണ്ട്, ഹെയർ മാസ്ക് ഒക്കെ, അത് 2 യൂസ് ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ ഇത്രയും ഡ്രൈനെസ് വരില്ല. അപ്പോൾ കൊച്ച് അതൊന്നും യൂസ് ചെയ്യില്ല. കൊച്ചിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, മടിച്ചിയാണ്. D3യുടെ ഗുളിക കഴിച്ചോന്ന് അതും കയ്യിലുണ്ടെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു കൈ നീട്ട് അടി കുറേ തരട്ടെ എന്ന് പറഞ്ഞു. എല്ലാം ചോദിച്ചാൽ പറയും എല്ലാം ഉണ്ടെന്ന് പറയും. ഇത് കണ്ടോ സൂപ്പറായിട്ട് ദേ ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട അവർ ചെയ്തതെന്ന് പറഞ്ഞു. ഇതേ കണ്ടോ ഇപ്പം ഇങ്ങനെ ഒഴുകി നമുക്കിങ്ങനെ കൈ എടുക്കാൻ തോന്നൂല. അത് ഇങ്ങനെ അതാണ് ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്തേക്കണേ. ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ്. ദേ കണ്ടോ പരസ്യത്തിന് വെല്ലണ പോലെ അയക്കണുണ്ടോ. പണ്ടൊക്കെ നമ്മളിങ്ങനെ പരസ്യത്തിൽ മുടി കാണുമ്പോൾ ഓർക്കും നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന്. ദൈവകൃപയാലിപ്പം നമുക്കിടെയൊക്കെ മുടികൾ എല്ലാവരുടെയും ഇങ്ങനെ കരാട്ടിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മുടിയാകും. അപ്പോൾ നിങ്ങൾ രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. ഈ മുടിയുടെ അറ്റമൊന്നും വെട്ടാത്തയാട്ടോ, അറ്റം വെട്ടിപ്പിക്കില്ല. അതേ കണ്ട, അല്ലെങ്കിൽ അത് അറ്റമൊക്കെ ഒന്ന് വെട്ടണ്ടാന്ന് പറഞ്ഞു. അപ്പന് ഇഷ്ടമല്ല മുടി വെട്ടണം. ഞാൻ ഫ്രണ്ടി വെട്ടിയപ്പോഴത്തേനും ഓടി വന്ന് കയ്യോ വെട്ടല്ലേ. അപ്പൻ്റെ പൊന്നാരമോളെ വെട്ടിപ്പിക്കില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും എൻ്റെ യേശു. അപ്പോൾ അവർ കുമളിയിൽ നിന്ന് മറ്റേ 2 പിള്ളേരുണ്ട്. എല്ലാം അമ്മയൊക്കെ ഒത്തിരി അകലെന്ന് നേരത്തെ മുതലേ ഇവിടെ വന്യ. അപ്പോൾ നിങ്ങൾ രേവതി ബ്യൂട്ടി പാർലർ പെട്ടെന്ന് സന്ദർശിക്കുക. മുടിയൊക്കെ ചെയ്തിടുക. അത് നമുക്ക് ഭയങ്കര മേക്ക് ഓവർ ആയിരിക്കും. അപ്പോൾ ശരിയെന്ന്. ഈ മോക്കടം മുടി നമ്മൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ ചെയ്യാൻ പോണേ. ഭയങ്കര ഡ്രൈ ഹെയർ ആട്ടോ ഈ മോക്കടം മുടി. അപ്പോൾ നമ്മൾ ഇത് അതിമനോഹരമായിട്ട് ഇങ്ങനെ ഒഴുകി ഇതിൻ്റെ അമ്മേ ഇത് ഭയങ്കര വെരി വെരി ഡ്രൈയാണ്. അങ്ങനെയുള്ളവർ നിരാശപ്പെടേണ്ട. കരാട്ടിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി സിൽക്കി ഹെയർ ആയിട്ട് മാറും. അതൊരു ഭയങ്കര എനിക്ക് ഡ്രൈ ഹെയർ ആയിരുന്നു. ആ സിൽക്കി ഹെയറിലേക്കുള്ള നമ്മുടെ കൈയൊക്കെ തലയെ പിടിക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയാവോ. അപ്പം നിങ്ങൾക്ക് സിൽക്കി ഹെയർ വേണ്ടേ, അപ്പോൾ വേഗം വന്ന് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ചെയ്യുക. അപ്പോൾ ഇത് ഈ നോക്കണ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മുടി നല്ല ഫ്രഷി ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ മുടി നല്ല മുടിയാണ്. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെയായിരുന്നു. പക്ഷെ എൻ്റെ മുടി ചെട പിടിക്കാറില്ല. എൻ്റെ ഒരു മുടിക്ക് ഇങ്ങനെ 7 മുടിയുടെ കട്ടിയുണ്ട്. ഈ മുക്കടെ അത്ര കട്ടിയില്ല. പക്ഷെ ഇങ്ങനെ നിറച്ച് ജട പിടിക്കണ മുടിയാണ്. പക്ഷെ അങ്ങനത്തെ മുടി ഭയങ്കര പ്രോബ്ലമായിട്ട് നമുക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. യേശുവിൻ്റെ കൃപയാൽ അത് അതീവ മനോഹരമായി നമുക്കൊന്ന് കാണാനില്ല. പരസ്യത്തിന് വരുന്ന പോലെ നല്ല മുടിയാണ്. പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള മുടിയാണ്. അപ്പോൾ ഇപ്പോൾ ഗ്ലോബൽ കളറിങ് പോലെയായി. കരാട്ടിൻ ചെയ്തപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടെ വന്നപ്പോൾ നമുക്കൊരു ഗ്ലോബൽ കളറിങ്ങിന് 10,000 രൂപയാണ്. അപ്പോൾ ഇപ്പോൾ ആ കാശ് ഫ്രീ ആയി. ഒരു 10,000 രൂപയുടെ കൊടുത്താലാണ് നല്ല ഗ്ലോബൽ കളർ കംപ്ലീറ്റ് മുടിയിലൊരു ബ്രൗൺ ഷെയ്ഡ് വന്നില്ലേ നോക്കി. അപ്പോൾ ഇതേ കൊച്ചു കളറൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നു. ഇതേ ഇപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, വിടത്താൻ പാടില്ലായിരുന്നു. ഇതേ ഇപ്പം എൻ്റെ കൈ ഇങ്ങനെ ഒഴുകി ഇതേ സൂപ്പറായിട്ട്. ഇനി ആഫ്റ്റർ കെയർ ഒക്കെ കൊച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുടി ഇരട്ടി സൂപ്പറാകും. അപ്പോൾ കൊച്ചിന് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പം പിന്നെ കൊച്ചിനിങ്ങനെ ഇറങ്ങി മുടിയൊക്കെ ഉണ്ട്. കൊച്ചിന് പിന്നെ വലിയ ഒട്ടലൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ മുടി ചെയ്തിട്ടേ അങ്ങനെ ഒട്ടിയിട്ടൊന്നുമില്ല. സാധാരണ എനിക്കൊക്കെ ചെയ്ത കൊച്ചിന് ഇവിടെയൊക്കെ പരപ്പുണ്ട്. എനിക്ക് മാത്രം ഒട്ടലുള്ളൂ. ചെയ്താൽ കുറച്ച് ദിവസം എനിക്ക് പുറത്തിറങ്ങാൻ പാടാം. ഇങ്ങനെ ഒട്ടി ഇങ്ങനെ ഇരിക്കും. എൻ്റെ തല ഇങ്ങനെ ഇങ്ങനെ സൈഡിലിരിക്കണതാണ്. ഒരു ചെയ്തതായിട്ട് പോലും തോന്നാതെ ചുമ്മാ അയൺ ചെയ്തിരുന്ന പോലെ തന്നെ നാച്ചുറൽ ലുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇത് ചെയ്ത് പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ചെയ്യാൻ വന്നാലും ഇല്ലേലും ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ വെളിച്ചെണ്ണയും എണ്ണയൊന്നും അല്ല തലയിൽ തേക്കണേ. അത് കേരളത്തിൽ മാത്രമുള്ളൂ. അതൊക്കെ കറി ഉണ്ടാക്കാനൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പം ആരെയും എണ്ണയൊക്കെ തേച്ച് നടക്കുന്നത്. നമ്മൾ ശരിക്കും ഈ സിറവും ഷാമ്പൂ കണ്ടീഷണറൊക്കെയാണ് ഞാൻ പറയുന്നത്. ആഫ്റ്റർ കെയർ ഇത് കരാട്ടിന് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മോളും സകലരും ഞാൻ ഇങ്ങനെ ഈ ആഫ്റ്റർ കെയർ തന്നെയാണ് കൊടുക്കണത്. അത് ഒത്തിരി നമുക്ക് പിന്നെ മുടിക്ക് തലയ്ക്ക് എണ്ണ തേച്ചില്ലേ. പണ്ട് എനിക്കാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ കണ്ണു വിടർത്താൻ പറ്റില്ല. ഇത് ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ എനിക്ക് വലിച്ചിലേ ഇല്ല തലയ്ക്ക്. ആഴ്ചയിലപ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ തല കഴുകിയാൽ മതി. നമുക്ക് കഴുകി ഇങ്ങനെ ഉണങ്ങി എല്ലാം ചെയ്തു വരുമ്പോൾ ആഴ്ചയിൽ 2 ദിവസം ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ കുറേ നാൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു 5-6 മാസം കഴിയുമ്പോൾ കഴുകി പോകും. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആണ്. ഓർഗാനിക് സംഭവമാണ്. കുറേ കഴുകി ഇങ്ങനെയൊക്കെ പോകും. ഇതൊരു കവറിങ് ആണ്. നമ്മൾ പല്ലിന് കവറില്ല പല്ല് പൊട്ടുമ്പോൾ. അതുപോലെ മുടി പൊട്ടിപ്പൊളിയുമ്പോഴാണ് സത്യത്തിൽ കരാട്ടിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കവറിങ് കൊടുക്കുന്നതാണ്. ഇപ്പം ഇതിനൊക്കെ ഒട്ടും പ്രായമില്ലാത്ത കൊച്ചാ. ഇത് വെള്ളവും കുടിക്കില്ല. ആരോഗ്യത്തിൻ്റെ പ്രോബ്ലം ന്യൂജൻ എല്ലാവർക്കും. പണ്ടിപ്പോൾ ഞാൻ മുടിക്ക് കുറ്റം പറയാലോ. മറ്റേ പിള്ളേർ പറയും പൊട്ടിപ്പൊളി ഞാൻ മുടിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ മുടിയെ കുറ്റം പറയുന്നത് ആർക്കും ഇഷ്ടമല്ലോ. അവനവൻ്റെ കുറ്റം പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ പേടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത്രയ്ക്കൊക്കെ ഞാൻ പറഞ്ഞാലേ അവരെന്തെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. പറഞ്ഞാൽ ഇങ്ങനെ വിറ്റാമിൻ ഗുളിയൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാലും D3 നോക്കണം എന്നൊന്നും പറഞ്ഞാൽ ആരും കേൾക്കൂല. അപ്പം ഞാൻ പറഞ്ഞ് പേടിപ്പിക്കും ഇങ്ങനെ.
മുടി ഞാൻ കറക്റ്റായിട്ട് കൊണ്ടാൽ മുടി കുട്ടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വൈറ്റ് ഹെയർ വരും. കൊച്ചു പിള്ളേർക്ക് അപ്പോൾ വൈറ്റ് ഹെയർ കൂടുതൽ തന്നെ. ഒരു 50-55 വയസ്സാകുമ്പോൾ ഞാൻ നരയ്ക്കുള്ളൂ. 55 വയസ്സൊക്കെ കഴിയുമ്പോൾ നരയ്ക്കുള്ളൂ. ശരിക്കും പണ്ടത്തെ കാലത്ത് മനുഷ്യർക്ക് 55 വയസ്സൊക്കെ ആകുമ്പോഴല്ലേ മുടി നരയ്ക്കണേ. എൻ്റെ അങ്ങനെ അമ്മച്ചിക്ക് നേരത്തെ നരച്ചായിരുന്നു, എനിക്ക് നേരത്തെ നരച്ചോട്ടോ. ആ D3 ഇല്ലാത്തയാവുന്ന കൊറോണ സമയമായിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് മുടിയൊക്കെ ഇങ്ങനെ ചെയ്ത് സ്റ്റൈൽ മന്നത്തികളാകാൻ യേശുവിൻ്റെ കൃപയിൽ അതീവ മനോഹരിയാക്കി തരാം. പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ സമീപിക്കൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഈ മോൾ 6 മാസം മുമ്പ് നമ്മുടെ അടുത്ത് ചെയ്താട്ടോ. ഈ മുടിയുടെ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല ഇങ്ങോട്ട് ഒഴിക്കാൻ ഇതുപോലെ സ്പ്രിങ് പോലെയുള്ള മുടിയാട്ടോ. അതെ ഇപ്പം കിളുത്ത് വന്നേക്കണേനൊരു മയ ആയിട്ടുണ്ട്. ദേ ഇവിടെയൊക്കെ കണ്ടോ സ്റ്റാർട്ടിങ്ങിൽ ദേ ഇതൊക്കെ ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നേക്കണേ. ഒരു 3-4 പ്രാവശ്യമൊക്കെ. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമല്ലേ മോളെ ഇപ്പം കരാട്ടിന് ചെയ്യാൻ പോണേ. അപ്പം ദേ ഇത്രയും വളർന്നു കേട്ടോ. 6 മാസം കൊണ്ട് യേശുവിൻ്റെ കൃപയാൽ ജനുവരി വന്നാന്ന്. 6 മാസം കൊണ്ട് ദൈവകൃപയാൽ ഇത്രയും മുടി വളർന്നു എന്നുള്ളത് വലിയ റെക്കോർഡ് സംഭവമാട്ടോ. അത് യേശുവിൻ്റെ ഒരു കൃപയാണ്. അപ്പം മുടി പെട്ടെന്ന് പനങ്കല പോലെ ആകട്ടെ. നല്ല തിക്കിലും വന്നുണ്ട്. അപ്പം ഇത് ചെയ്തിട്ട് ആരുടെയും മുടി പോകില്ല. നിങ്ങൾക്ക് മുടി ഊരിയാൽ നിങ്ങൾ D3 അല്ലെങ്കിലും നമ്മൾ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ മുടി ഊരിയാൽ നിമിഷം നിങ്ങളൊരു സിങ്കോവൈറ്റ് മേടിച്ച് കഴിക്കും. ഒരാഴ്ച കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഊറിൽ നിൽക്കും. അത് വിറ്റാമിൻ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ സംഭവങ്ങൾ തന്നെ. അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിന് പ്രോബ്ലം വരുമ്പോൾ സ്കിന്നീക്കടെ മുടിക്കടെയാണ് അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ പുറത്ത് തന്നെ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഈ മുടി ചെയ്യാൻ പോവാണ്. ചെയ്യണത് കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാണ്, കെമിക്കലല്ല. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആണ് ചെയ്യാൻ പോണേ. അപ്പം ചെയ്ത് ദൈവപരസ്യത്തിന് വെല്ലണ പോലെ ഇരിക്കുന്നത് കാണാം. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. ആ കണ്ട മുടിയാണോ നോക്കിയേ. ദേ കണ്ട ദേ വേണ്ട ഉള്ളുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെ നല്ല ഉള്ളുണ്ട് കേട്ടോ. ഇത് പണ്ട് ചെയ്ത മുടിയാട്ടോ. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇച്ചിരോടെ ശ്രദ്ധിക്കാൻ. അപ്പം നമ്മളിങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ച് മൾട്ടി വിറ്റാമിനൊക്കെ എടുത്ത് ഫുഡ് ഒക്കെ നോക്കണം കേട്ടോ. മൾട്ടി വിറ്റാമിൻ മാത്രം പോരാ. ഫുഡ്, മുട്ട, ഇലക്കറി, പച്ചക്കളറുള്ള ഫുഡ് ഇതൊക്കെ കഴിച്ച് മുടി നല്ല മുടിയും അതിൻ്റെ കൂടെ നമ്മുടെ സ്കിന്നും ഹെൽത്തും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും മുടിയോടുള്ള സ്നേഹം കാരണം ഈ വിറ്റാമിൻ ഗുളിയൊക്കെ കഴിക്കണേ. അപ്പോൾ മുടി എല്ലാവർക്കും നമുക്ക് കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇതാലോ. അപ്പോൾ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ മുടിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം ഹെൽത്തിന് നല്ലതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അതൊക്കെ നോക്കുക. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായിട്ടുണ്ട്. ഞാൻ പറയും ഇതിനൊന്നും പ്രായം കുറവാണ്. പക്ഷേ അതിലൊക്കെ വൈറ്റ് ഹെയർ വന്നിട്ടുണ്ട്. അത് ഈ പൊട്ടൽ വരുമ്പോൾ മൈൻഡ് ചെയ്യില്ലാണ്ട് നമ്മൾ മുടി പൊട്ടുക എന്ന് പറയുമ്പോൾ വിട്ട് പോകുക എന്ന് പറയുമ്പോൾ മുടിക്ക് ഭയങ്കര ഡ്രൈനസ് കയറി അത് ഇങ്ങനെ വന്നത്. അപ്പോൾ omega-3 സിങ്കോവൈറ്റ് അങ്ങനെ ഇടയ്ക്കൊക്കെ എന്നും കണ്ടിന്യൂസ് വിറ്റാമിൻ ഗുളിക ആഴ്ചയിൽ 1-2 കഴിക്കാൻ പാടില്ല. അപ്പോൾ D3 മസ്റ്റായിട്ട് ആഴ്ചയിലൊന്ന് കഴിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇതെല്ലാം കറക്റ്റ് ആക്കിയാൽ നമുക്ക് ഡ്രൈനസ് മാറും. ഇത് വൈറ്റ് ഹെയർ ഒക്കെ അങ്ങ് മാറും. വൈറ്റ് ഹെയർ സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കും. പിന്നെ ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞ കാലത്ത് ഇഷ്ടപ്പെട്ടിട്ട് ആലോചിച്ച് വന്ന യേശുവിൻ്റെ കൃപയാ. പിന്നെ പെട്ടെന്ന് വളർന്നുണ്ട് കേട്ടോ. അത്രയും വളർന്നു. അപ്പോൾ പെട്ടെന്ന് വളർന്നോളും. നിങ്ങളൊന്നും പേടിക്കണ്ട. അപ്പം നിങ്ങൾ ചെയ്യാൻ വരിക. ഇപ്പോൾ ഞാൻ നോക്കുക മുഖം ഭയങ്കര വ്യത്യാസമായി. നല്ല രസമായി. നമുക്ക് ആ മുടി ഇങ്ങനെ ഇങ്ങ് വരുമ്പോഴത്തേനെ മുഖച്ചായ ഇങ്ങ് ഭയങ്കര രസത്തിൽ വന്നു. നല്ല മുഖച്ചായ ആകും. പക്ഷെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ചുരുണ്ടിരിക്കണം. നമുക്ക് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഇതാലോ. അപ്പോൾ നല്ല മുഖം കാണിക്കില്ല. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യണം? അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ചെയ്തേക്കണം. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ രേവതിയിട്ട് വരിക. നിങ്ങൾക്ക് ഒരിക്കലും മുടിക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. മുടി ഊരോ ഇല്ല, പോവോ ഇല്ല. ഇതിനൊക്കെ ഞാൻ 15 വർഷം 20 വർഷത്തോളമായി മുടി ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ട്. ഇത് ആദ്യം കേരളത്തിലാണ് ഞാൻ മേടിച്ച് ഞാൻ ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പോഴാണ് കരാട്ടിനിലേക്കൊക്കെ. ആദ്യം മറ്റൊക്കെ ആയിരുന്നല്ലോ ഷോസ്കോപ്പും ലോറിയലും മെല്ലയൊക്കെ എല്ലാം തലയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. യേശുവിൻ്റെ കൃപയാൽ ഇതുപോലെ മുടി അതിമനോഹരമായിട്ട് തരാം. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കറിന് വന്നാണ്. വീഡിയോ പിടിക്കേണ്ട, മുടി ഒട്ടൂല. മുടി ഒത്തിരി ഉള്ളവരുടെ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറയില്ലേ ഇങ്ങനത്തെ മുടിയുള്ളവരുടെ അല്ലെങ്കിൽ വീഡിയോ പിടിക്കേണ്ട. അപ്പം അല്ലേ ഇങ്ങനെ മുടിയുള്ളവർ ഒത്തിരി സങ്കടപ്പെട്ട കൊണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? എന്തോ ഹെയർ സ്മൂത്തനിങ് ആയിരുന്നു അല്ലേ അതിന്റെ. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി നന്നായിക്കോളൂ കേട്ടോ. അതെ അതിൻ്റെയാണ് ഇത്. അപ്പോൾ ഞാൻ വന്ന വഴിയെ അങ്ങനെ തന്നെ വീഡിയോ പിടിച്ചതാണ്. ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ നമുക്ക് നല്ലൊരു അതിമനോഹരമായ ഈ മുടി ശരിയാക്കി എടുക്കാം. നമ്മൾ കരാട്ടിനൊക്കെ ചെയ്യാൻ പോണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് സൂപ്പർ റിസൾട്ടാണ്. ഇത്
ഇത് ഒത്തിരി അകലെന്ന് വന്നേക്കണേ. അപ്പൊ കൊച്ചു പറയുന്നത് ഹസ്ബൻഡിന്റെ വീടൊരു സ്ഥലത്ത്, ഇതിന്റെ വീടൊരു സ്ഥലത്ത്, ഇപ്പൊ താമസിക്കണം വേറെ. ഇവിടെ എല്ലായിടത്തും ബാറുണ്ട്. എന്നിട്ട് ഞങ്ങള് ഇത്രയും അന്വേഷിച്ച് പുറത്ത് വന്നേക്കണേ. ഗുഡ് റിസൾട്ട് തന്നെ യേശുവിന്റെ കിട്ടട്ടെ. ഇത്രയും അകലെ വന്നെയല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ഇഷ്ടം വീഡിയോയിൽ ആ വചനം പറയണതാണ്. അപ്പൊ വചനം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാമൊഴിയാൽ തന്നെയല്ലേ ആ യേശുബ്രാൻ വചനം ആകുന്ന യേശുബ്രാൻ അനുഗ്രഹിച്ച് ഇത് ഒരു അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മക്കളെ ഹെയർ മേക്കോർ കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഞാൻ പേടിച്ചു. അങ്ങോട്ട് പോയി പൊട്ടും മുടിയിൽ ഇവിടം വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കണ്ടതല്ലേ. ഇത്രയും മുടി കാണുന്നതിന് ഇത് പകരമായിട്ട് പുള്ളിക്കാരി അടിയിലൊരു പണ്ട് ഇവിടെ വന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു മുടിയും കൂടെ വെച്ച് ഞാൻ നോക്കുക. അന്നേരം മേളിലൊക്കെ ഉള്ളുണ്ടായിരുന്നു, അടിയിൽ ഒറ്റ ഉള്ളിലാണ്ടിട്ട് പറഞ്ഞു എങ്ങനെ ഉള്ളായെന്ന് പറഞ്ഞു. എന്നോടൊക്കെ കൊച്ചു പറയില്ല അങ്ങനെ ഞാൻ കാണിച്ചാൽ മതിയെന്ന്. അപ്പൊ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ വേറെ മുടി വെക്കാറുണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അത് സിൻസിയർ ആയിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വെച്ച് കാണിച്ചാൽ പിന്നെ അതൊരു പ്രശ്നമല്ലേ. നമ്മള് ബൈബിൾ വചനമൊക്കെ പറഞ്ഞിട്ട് കളത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതെ കണ്ടോ, ഇതിന് വേണ്ട മുടിയുണ്ട്. ഞാൻ പറയുന്നത് അതെന്തിനാ വെക്കണേന്ന്. അടി മാത്രമേ ഉള്ളൂ. കണ്ടോ ഇതേ ഇപ്പൊ ഇതേ ഇത്രയും മുടിയില്ലേ, അടി മാത്രമാണ് ഇച്ചിരി ഇവിടെ കൊണ്ട് ഇച്ചിരി നീളം കുറയേണ്ട കാര്യമുള്ളൂ. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ പറയും പണ്ട് ഒത്തിരി മുടി ഉണ്ടാകുന്ന കൊച്ചാർന്നാണ്. ഈ കൊച്ചിന് എന്തൊക്കെയോ ആരോഗ്യ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റ് ഹെയർ ഒന്നും ഈ പ്രായത്തിൽ വരില്ല, അതിനുള്ള പ്രായമില്ല. അപ്പോ എന്തൊക്കെയോ ഉണ്ട്, ബയോട്ടിൻ, സിങ്കോവൈറ്റ് എല്ലാം. D3 പണ്ട് ഒത്തിരി കുറവായിരുന്നു. അതാണ് എനിക്കൊക്കെ എങ്ങനെ അന്നേരം അറിയാൻ കൊള്ളാറുന്നല്ലോ D3. ഇപ്പൊ എനിക്ക് D3 37 ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പൊ ഹീമോഗ്ലോബിനും ഒക്കെ കൂടിയിരിക്കുക. അപ്പം ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് നീർക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. യേശു ഇല്ല അതിന് അടിമയായിപ്പോന്ന് എനിക്ക് നീർക്കെട്ടിന്. നമ്മൾ പറഞ്ഞു പറഞ്ഞേ എനിക്ക് ഇന്ന അസുഖം അങ്ങനെ പറയരുത്. ഒരസുഖം നമ്മുടെ ശരീരത്തിൽ വാണില്ല. നമ്മള് ക്രിസ്തു യേശു വസിക്കുന്ന വിശുദ്ധ മന്ദിര. ശാപത്തിനോ പാപത്തിനോ പാരമ്പര്യത്തിനോ രോഗത്തിനോ നമ്മുടെ ഈ വാഴാൻ അധികാരമില്ല. യേശു വാഴുന്നിടത്തേക്ക് നോക്കാനൊന്നും ശക്തിയില്ല. അപ്പൊ നമുക്കതൊന്ന് പൂർണ്ണാരോഗ്യം ദീർഘായുസം തരാൻ മതിയായാണ് നമ്മുടെ ഉള്ളില്. അപ്പൊ ഈ മുടി ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഇതിന്റെ ഇരട്ടി ഉള്ളു പണ്ടത്തെ വേണ്ടി അതുപോലെ ആകും. അതുപോലെ ആകുമ്പോ അടുത്ത വർഷം വരുമ്പോ ചെയ്യാൻ വരുമ്പോ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാൻ വരുമ്പോ കൊണ്ടുവരെന്ന് പറയണം, ലഡു വേണോ, ചിക്കൻ വേണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര വിളിച്ചിട്ട് വരുന്നത് ഉറപ്പായിട്ടും അങ്ങനെ മുടി ഉണ്ടാവുന്നത്. നിങ്ങൾ ബയോട്ടിനും സിങ്കോവൈറ്റും കഴിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന് ആരോഗ്യ പ്രോബ്ലം എന്ന് നോക്കുക. D3 കുറവാണോ, എന്താ കുറവെന്ന്. മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കണം. ആഫ്റ്റർ കെയർ എന്നും മൾട്ടിവിറ്റാമിൻ. ഇപ്പൊ ചെടിയൊക്കെ പൂക്കാൻ വളയിടാണ്ട് കുറച്ച് പൂക്കണുണ്ടോ. പണ്ട് ചുമ്മാ നട്ടാ പൂക്കൂലാർന്നോ. മാവ് കായ്ക്കണമെങ്കിൽ വളരുന്നോ, ഇല്ലേ മാവ് 25-30 വർഷമാകും. അങ്ങനെയൊക്കെ ആയി മണ്ണിന്റെ കാര്യം. അപ്പൊ നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെയാ. മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നിട്ട് എല്ലാം ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുന്നോ. ഇവിടെ ABC ജ്യൂസ് ഒക്കെ കഴിക്കാം. ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ. അപ്പൊ കൗണ്ടൊക്കെ കൂടി, ഹീമോഗ്ലോബിനൊക്കെ കൂടി, അത് കൂടിപ്പോ അത് കഴിച്ചപ്പോ ഇച്ച കറുപ്പൊക്കെ കുറഞ്ഞാണ്. അപ്പം ശരി, അത് ഇഷ്ടപ്പെട്ട മോളെ തല റിക്കോർഡാണ്. അവിടുന്ന് എന്ത് വന്നാലും നിങ്ങൾ കേൾക്കണില്ലോ. അപ്പൊ ശരിയാണ്. ഇങ്ങനെ മുടിയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട. മുടി പഴയ പോലെ ആക്കി തരും. പറയണ പോലെ കേട്ടാ മതി. ശരിയാണ്.